കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് FC ഗോവ മത്സരത്തിന് ഏകദേശം മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കി നിൽക്കുന്നുള്ളൂ. ഈ അവസരത്തിൽ ഇങ്ങനൊരു വീഡിയോ വേണമെന്ന് ചോദിച്ചാൽ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ നൽകാനായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. കഴിഞ്ഞ മത്സരത്തിൻ്റെ ആ ഒരു പ്രീ മാച്ച് ടോക്കിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചിൻ സുരേഷ് ഗോൾ കീപ്പറായിട്ട് ഗോൾ മുഖത്ത് ഉണ്ടാവും എന്നുള്ളത്. സോ അതിൻ്റെ ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ്, അതല്ല കുറച്ച് മുമ്പാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോ ഇപ്പോൾ വിടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സച്ചിൻ സുരേഷ് ഉണ്ടാവില്ല എന്നുള്ള ഒരു വാർത്തകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമൽജിത്തിനെ അവിടെ പ്രയോഗിക്കാനായിട്ട് നമ്മുടെ ടീം മാനേജേഴ്സ് തയ്യാറായിട്ടുണ്ടാവും. ഏകദേശം എനിക്ക് തോന്നുന്നു കമൽജിത്തിൻ്റെ ഒരു അവസരമാണ് ഇനിയുള്ളത്. നോഹ സദോയും ഹോർമി പാമും മത്സരത്തിന് ഓൾറെഡി ഉണ്ടാവില്ല എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കമൻറ്റ് ഞാൻ കണ്ടു കഴിഞ്ഞ വീഡിയോയിൽ, സോ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് StarX എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി സംസാരിച്ചു തുടങ്ങാം. കിടിലൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇത് കളിച്ചിട്ട് ഡെയിലി നിങ്ങൾക്ക് റിവാർഡ്സുകൾ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ പറയുന്ന ഗെയിമുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള ഗെയിമുകളാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് പേര് ഇത് ആസ്വദിച്ച് കളിക്കുന്നുണ്ട്, പ്രൈസുകൾ നേടിയെടുക്കുന്നുണ്ട്. ഇതിലൊരു ഗെയിമിൻ്റെ പേരാണ് ചിക്കി റൺ എന്ന് പറയുന്നത്. അത് കളിച്ച് കിട്ടുന്ന റിവാർഡ് തന്നെ വളരെ വലുതാണ് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിൻ്റെ ഒരു പവർ എന്താണ് എന്നുള്ളത്. ഇതിലെ പല ഗെയിമുകളും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രൈസുകൾ നേടിയെടുക്കാനായിട്ട് അവസരങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. മറ്റൊരു നെട്ടിപ്പിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിലെ വിജയിയെ കാത്തിരിക്കുന്നത് ഒരു iPhone 60 Pro ആണ്. എങ്ങനെ കിട്ടില്ലല്ലേ? അപ്പോൾ സമയം കളയാതെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ആ ഒരു ലിങ്ക് വഴിയിട്ട് നിങ്ങൾ കയറുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, കളിച്ചു തുടങ്ങുക. സോ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യരുത്. ഇനി ഈ ഒരു സീസൺ പ്രതീക്ഷ വെച്ചിട്ട് കാര്യമുണ്ടോ? അതിനൊന്നും ഒരു കാര്യമില്ല. 5% പോലും നമുക്ക് പ്രതീക്ഷയില്ല എന്ന് പറയുന്ന ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC പരാജയപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 5-6 സ്ഥാനങ്ങൾ, 4-5-6 സ്ഥാനങ്ങൾ ഇപ്പോഴും ഒരു തുലാസിലിങ്ങനെ നിൽക്കുന്ന പോലെയാണ്. ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും വീണ്ടും പ്രതീക്ഷകൾ നൽകുന്ന പോലെയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ വന്നാലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാതെ ഒരിക്കലും അവർക്ക് മുന്നോട്ട് കയറാനായിട്ട് പറ്റൂല. ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുക തന്നെ വേണം. ഈ ഒരു കാര്യം കൂടെ പറയണമെന്ന് തോന്നി. ഇതിൻ്റെയൊക്കെ ഉപരി കഴിഞ്ഞ ആ വീഡിയോ വിട്ടപ്പോൾ ആ ഒരു സമയത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രതീക്ഷകൾ വെക്കേണ്ട ആവശ്യമില്ല. ഏറെക്കുറെ 99% പ്രതീക്ഷകൾ അസ്തമിച്ചു എന്നുള്ളതാണ് നമ്മളും എല്ലാ വീഡിയോസിലും ഒക്കെ പറയുന്നത്. ബട്ട് സ്റ്റിൽ എനിക്ക് ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി. കാരണം അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, അടുത്ത സീസണിലേക്കുള്ള ഒരു മുന്നൊരുക്കം ഈ ഒരു സീസണിലെ അവസാന 4 മത്സരങ്ങളിൽ ഇന്ന് തുടരാമെന്നുള്ളത്. അതായത് ഇപ്പോഴുള്ള നമ്മുടെ താരങ്ങൾ, ഇപ്പോൾ ഡൂസൻ ലഗോട്ടർ, അതുപോലെ തന്നെ നമ്മുടെ കമൽജിത്ത് സിംഗ്, അതുപോലെ നമ്മൾ ചെന്നൈയിൻ FCയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ബികാഷ് യുമ്നം പോലെയുള്ള താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടീമിനോട് സെറ്റ് ആവാനായിട്ടുള്ള ഒരു 4-5 മത്സരമായിട്ട് ഈ ഒരു മത്സരത്തെ കണ്ടാൽ പോരെ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് യുവ താരങ്ങൾക്ക് അവസരം നൽകാനായിട്ട് ശ്രമിക്കേണ്ട ഒരു മത്സരം കൂടെയാണ്. ഇപ്പോൾ ഏകദേശം ബ്ലാസ്റ്റേഴ്സിലുള്ള യുവതാരങ്ങളൊക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇണങ്ങി ചേരാൻ പറ്റാത്ത താരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബെനിഫിറ്റ്സ് കൊടുക്കാൻ പറ്റുന്നൊരു മത്സരമായിരിക്കും ഇത്, അല്ലെങ്കിൽ ഇതിന് ശേഷം ഉണ്ടാകുന്ന മത്സരങ്ങളെ. എന്തായാലും നിങ്ങളുടെ ആ ഒരു സ്കോർ ഒന്ന് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്തോളൂ. നമ്മൾ വിജയിക്കോ ഇല്ലേ എന്നുള്ളത് കണ്ടറിഞ്ഞ് കാണാം. ഓൾ ദി ബെസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടോ. അതിലേക്കും ബൈ.